വിവാദമായ സ്വർണ്ണപ്പാളികൾ നമുക്ക് കാണാം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുറത്തുവന്ന ഓരോ വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി തിരികെ എത്തിച്ച ശേഷം അത് ദ്വാരപാലക ശില്പങ്ങളിൽ മേൽ സ്ഥാപിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രവൃത്തി. അത് ഏതാണ്ട് പൂർത്തിയാകാറായി. കൃത്യമായി വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് അത് തിരികെ ഫിക്സ് ചെയ്യുന്നത്. അതിൻ്റെ പ്രവൃത്തികൾ അവിടെ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പലരും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ തട്ടിപ്പുകൾ, അതിന് പിന്നിലെ ആസൂത്രണങ്ങൾ, അതെല്ലാം ഒന്നിനു പിറകെ ഒന്നായി കണ്ടുപിടിക്കുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഈ ചടങ്ങ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിലും ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു, എപ്പോൾ അത് തിരികെ കൊണ്ടുവരണം, എപ്പോൾ തിരികെ സ്ഥാപിക്കണം. ഇന്നിപ്പോൾ ശബരിമല നട തുറന്ന ദിവസമാണ്. ഏതാണ്ട് 4 മണിക്കാണ് നട തുറന്നത്. അതിന് പിന്നാലെ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിന്മേൽ സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിവാദ സ്പോൺസർ 2007 മുതൽ ശബരിമലയിൽ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് പല രീതികളിൽ ആളുകളുടെയൊക്കെ പ്രീതി പിടിച്ചുപറ്റി അവിടെ കൂടുകയായിരുന്നു. 2014 പക്ഷേ അവിടെ ദേവസ്വം വിജിലൻസ് പോറ്റിയുടെ വിവാദമായ ഇടപെടലുകൾ പലതും കണ്ടുപിടിക്കുന്നു. രസീതില്ലാതെ പല വഴിപാടുകളും നടത്തുന്നു, അതിൽ നിന്നും പണം കൈപ്പറ്റുന്നതൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ദേവസ്വം വിജിലൻസ് 2014 ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും മാറ്റിയ വിവാദ സ്പോൺസറാണ് പിന്നീട് സ്പോൺസർ വേഷത്തിൽ തിരികെ അവിടെ എത്തുകയും വലിയ വലിയ കരാറുകൾ ഏറ്റെടുത്ത് അവിടെ സ്പോൺസർ എന്ന നിലയിൽ വിലസുകയും ചെയ്തത്. അതിനിടയിൽ നടത്തിയ തട്ടിപ്പുകളുടെ കഥയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അരുൺ രാജ് വിവരങ്ങളുമായി ചേരുന്നു. 2016, 2017, 2019 ഈ കാലങ്ങളിലൊക്കെ തന്നെ പല പ്രവൃത്തികളും സന്നിധാനത്ത് ഏറ്റെടുത്ത് നടത്തിയ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒരുപക്ഷെ പുറത്തുള്ള മലയാളികൾക്ക് ഒക്കെ തന്നെ ഉണ്ണി നമ്പൂതിരി എന്നും ഉണ്ണി തിരുമേനി എന്നൊക്കെ, അല്ലെങ്കിൽ ബാംഗ്ലൂർ ഉണ്ണി തിരുമേനി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന വിവാദ സ്പോൺസർ ഈ ഏറ്റവും ഒടുവിൽ സ്വർണം ഉരുക്കിയെടുത്ത ആ സ്വർണ്ണപ്പാളികൾ അത് ഇത്തവണ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണിക്ക് അതിനുശേഷം തിരികെത്തിച്ച് അതിപ്പോൾ അവിടെ പുനഃസ്ഥാപിക്കുകയാണ്. ആ നടപടിക്രമങ്ങൾ പാലിക്കുന്നു, കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ജോലിക്കാർ. പക്ഷെ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട സമാന്തരമായി ഇതിൻ്റെ തട്ടിപ്പ് കഥകൾ അത് അന്വേഷിക്കുന്നുണ്ട് ഒരു വിഭാഗം അന്വേഷണ ഉദ്യോഗസ്ഥർ. അതും ഒരു ഭാഗത്ത് നടക്കുന്നു. അതേസമയത്താണ് ഈ സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കുന്നതും. ഏതാണ്ട് എത്ര പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ? അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് അരുൺ? പ്രജിൻ, 80% ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ ഈ തിരിച്ച് ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിക്കുന്ന ചടങ്ങുകൾ പൂർത്തിയാകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ശ്രമങ്ങളിലേക്കാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് കടന്നിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ അടക്കം കാണുന്നത് പോലെ തന്നെ ഈ സ്വർണ്ണപ്പാളികൾ തിരിച്ചു വെക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അളവുകൾ പൂർത്തിയാക്കണം. സ്വാഭാവികമായും ഓരോ സ്വർണ്ണപ്പാളികളും ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ച് നടത്തുമ്പോൾ അതിൽ ദേവസ്വം ബോർഡിന്റെയും അതുപോലെ തന്നെ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സമിതിയുടെയും അടക്കം ഈ നിരീക്ഷണം, അതിന്റെ അനുവാദം എന്നിവ വാങ്ങിയ ശേഷമാണ് ഓരോന്നും ഇത് തിരിച്ച് സ്ഥാപിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് ഈ ക്ഷേത്രം നട തുറന്ന സമയത്ത് പൂർണ്ണമായും ഈ സ്വർണ്ണപ്പാളികൾ ഇല്ലാത്തതായിരുന്നു. തിരിച്ചിപ്പോൾ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുകയാണ്. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിലെ കീഴ്ശാന്തിയുടെ സഹായിയായി എത്തി ശബരിമലയെ മൊത്തത്തിൽ, അല്ലെങ്കിൽ ശബരിമലയിൽ നടന്ന മോഷണത്തിന്റെ അടക്കം ചുക്കാൻ പിടിച്ച് സ്വർണ്ണമോഷണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന SITയും അതുപോലെ തന്നെ ശബരിമല ദേവസ്വം വിജിലൻസും അടക്കം കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായി ഇന്ന് ഈ പോലീസ് കസ്റ്റഡി, SITയുടെ പ്രത്യേക കസ്റ്റഡിയിലേക്ക് അടക്കം പോകുന്ന ഘട്ടത്തിലാണ് ഈ ശബരിമലയിൽ തിരിച്ച് ഈ സ്വർണ്ണപ്പാളികൾ എത്തുന്നത്, ദ്വാരപാലക ശില്പങ്ങളിൽ ഇത് സ്ഥാപിക്കുന്നത്. ഹൈക്കോടതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് ഇനിയൊരു വിട്ടുവീഴ്ചയോ ഒരു ജാഗ്രത കുറവോ ഇക്കാര്യത്തിൽ ഉണ്ടാകരുതെന്ന്. അതുകൊണ്ട് പൂർണ്ണമായും നടപടിക്രമങ്ങൾ പാലിച്ച് എന്താണോ ദേവസ്വം ബോർഡിന്റെ ചട്ടം, ഓരോ ഘട്ടത്തിലും ദേവസ്വം ബോർഡിന്റെ ശബരിമലയുടെ നിയന്ത്രണത്തിലുള്ള വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും തിരിച്ച് സ്ഥാപിക്കുമ്പോഴും എന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ളത് കൃത്യമായി നോക്കി തന്നെയാണ് ഇപ്പോൾ തിരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ആ ദ്വാരപാലക ശില്പങ്ങളുടെ മുഖം ഇപ്പോൾ സ്ഥാപിക്കുന്ന ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ്. അത് അളവുകൾ പൂർണ്ണമായും പൂർത്തിയാക്കിയത് ശില്പങ്ങളിലേക്ക് സ്ഥാപിക്കാൻ എടുക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ആ മുഖം, അതുപോലെ തന്നെ കിരീടം, കൈകളടക്കമുള്ളവ ഇപ്പോൾ കൊണ്ടുവരുന്നു. ആ ദൃശ്യങ്ങളിൽ കാണുന്നത്
സ്ഥാപിക്കുന്നത് അതാണ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രത്യേക ശുദ്ധികലശം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. ആ ശുദ്ധികലശം തന്ത്രിയുടെയും അതുപോലെ തന്നെ ക്ഷേത്രം മേൽശാന്തിയുടെയും സാന്നിധ്യത്തിലായിരിക്കും. ഇതിനുശേഷമായിരിക്കും പ്രത്യേക പൂജകളും ദീപാരാധനകളും അടക്കം നടത്തുക. നേരത്തെ 4 മണിയായിരുന്നു ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്നതിന് ആദ്യഘട്ടത്തിൽ ക്രമീകരിച്ചത്. പക്ഷേ ഇത് നട തുറന്ന് ഈ ക്ഷേത്രത്തിലേക്ക് ഈ ഭക്തരെ എത്തി അതിനുശേഷം സ്ഥാപിച്ചാൽ മതി എന്ന് തന്ത്രിയടക്കം തീരുമാനമെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മുഖാവരണം, അതിന്റെ മുഖാവരണമാണ് ഇപ്പോൾ ചാർത്തുന്നത്. സ്വർണ്ണപ്പാളിയുടെ ചാർത്തുകയാണ്. ശരണമന്ത്രങ്ങൾ ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരേ സമയം ഇരുവശത്തും ഇപ്പോൾ പൂർണ്ണമായും അത് സ്ഥാപിക്കുകയാണ്. അതിന്റെ അളവ് നേരത്തെ അരുൺരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.